എടാ മക്കളെ, ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടാടാ. എടാ, ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ അവന്റെ അടുത്തൊരു 10 മിനിറ്റ് ഇരിക്കണം. അതാണ് ഏറ്റവും വലിയ തൗഫീക്ക്. നമ്മൾ കണ്ട മനുഷ്യരല്ല, അമാനുഷിക മനുഷ്യരെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്ന മനുഷ്യരല്ല. അല്ലാഹു തആല ഈ കാരുണ്യത്തിന്റെ ഹൃദയം കൊടുത്തൊരു മനുഷ്യൻ. ഞാൻ മകര നമസ്കാരം കഴിഞ്ഞ് മുകളിലേക്ക് വന്നപ്പോൾ ഒരു ചേച്ചി എന്നെ കാണാൻ വേണ്ടിയിരിക്കുകയാണ്. വർത്താനം പറഞ്ഞു വന്നപ്പോൾ ക്യാൻസറാ, 3 പെൺകുട്ടികളാണ്. അപ്പൊ അവർക്ക് ജീവിതം കൈവിട്ട് പോകുന്നു എന്ന വല്ല ആശങ്ക. ഭർത്താവും ഇല്ല. അപ്പൊ ഒരു വർത്താനം പറഞ്ഞു ഇങ്ങനെ വന്നപ്പോഴേക്കും ഇവരങ്ങോട്ട് കരയാൻ തുടങ്ങി. കരച്ചിലെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളൊരു അന്യപുരുഷനാണെന്നുള്ള അതൊന്നുമില്ല, നമ്മൾ മറ്റൊരാളൊന്നുമില്ല. എൻ്റെ 2 കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അവരങ്ങോട്ട് കരയാൻ തുടങ്ങിയപ്പം കോഴിക്കോട് നിന്ന് വന്നൊരു പ്രവാസി, അവർ കുടുംബസമേതം ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി വന്നേ. അപ്പം ഞാൻ ഈ പള്ളിയിലാണെന്ന് അറിഞ്ഞിട്ട് അവർ എന്നെ കാണാൻ വേണ്ടി കയറി. അപ്പോൾ ഈ ചേച്ചി ഇരുന്ന് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കരയുന്ന കണ്ടപ്പോൾ ഉണ്ട് ഇയാളെ ചോദിച്ചു എന്ത് പറ്റിയെന്ന് വെച്ച്. അപ്പം ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് മാറി എന്നിട്ട് പറഞ്ഞ് ഒരു ക്യാൻസറാണ്, ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ വാങ്ങിയിട്ടുന്നില്ല. അപ്പം തന്നെ ആ ഗൂഗിൾ പേ മേടിച്ചിട്ട് 50,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് മരുന്ന് മേടിച്ചോന്ന് പറഞ്ഞു. എന്തൊരു മനുഷ്യരാണ് എടാ! ഈ അവനവൻ അധ്വാനിക്കുന്ന ആ പൈസ, അവൻ വീർപ്പൊഴിക്കിയ പൈസ മറ്റൊരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമെങ്കിൽ അവൻ്റെയൊക്കെ മനസ്സെന്തുവാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയാണ്, നിങ്ങളുടെ റഹ്മത്ത് പൂർണ്ണമായി വിശാലമാക്കാതെ ഒരിക്കലും മുസ്ലിം ആവില്ല. അപ്പൊ സഹാബത്ത് വെച്ച് എന്താ നബി ഈ റഹ്മത്ത് പൂർണ്ണമായി വിശാലാക്കാന്ന് പറഞ്ഞാൽ, എടാ നിങ്ങൾ നിങ്ങളുടെ ആളുകളിലേക്ക് മാത്രം ചുരുങ്ങലല്ല, നിങ്ങൾ സർവ്വ മനുഷ്യരിലേക്കും. കാരുണ്യം നിങ്ങൾ നമ്മുടെ ആള് എന്ന് മാത്രമല്ല, സർവ്വ മനുഷ്യരിലേക്കും നിങ്ങൾ കാരുണ്യം വ്യാപിപ്പിക്കുന്നതുവരെ നമ്മൾ യഥാർത്ഥ മുസ്ലിം ആവില്ലെന്നാ. അപ്പൊ ആ മനുഷ്യനെ തന്നില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുടുംബ ബന്ധമോ മറ്റ് രക്തബന്ധമോ ഒന്നുമില്ലാത്ത എവിടെയോ ഒരു സ്ത്രീ, ഇന്നുവരെ ജീവിതത്തിൽ കാണാത്ത ഒരു സ്ത്രീ, അവരുടെ കണ്ണീര് കാണുമ്പോഴത്തേക്കും സ്വന്തം അക്കൗണ്ടിൽ കിടന്ന പൈസ എടുത്ത് അയച്ചു കൊടുക്കുക. അത് യാത്ര ചെയ്യുകയാണല്ലോ, കുടുംബമൊക്കെ ഉണ്ടല്ലോ, ആവശ്യം വരുമല്ലോ, അതെല്ലാം മറന്ന് അപ്പം തന്നെ 50,000 രൂപ എടുത്ത് കൊടുക്കാൻ. അതൊക്കെ ഒരു വല്ലാത്ത മനസ്സ് തന്നെയാണ്. പടച്ചവനെ, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് ആഫിയത്തൊക്കെ കൊടുക്കട്ടെ. എല്ലാവർക്കും ബോധ്യം ഉണ്ടായാൽ മതി, ഇതൊന്നും കെട്ടിപ്പൊതിഞ്ഞ് എങ്ങോട്ടും കൊണ്ടുപോകത്തില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കട്ടെ. അള്ളാഹു നമുക്ക് ഹലാലായി വരുമാനം തരട്ടെ. അതിന്റെ പങ്കുവെക്കാൻ, നമുക്ക് പൈസ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയം തിന്നാൻ വേണ്ടിയല്ല, പങ്കുവെക്കാനെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കട്ടെ. അൽഹംദുലില്ലാഹ്.